ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് HK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കണ്ണൊക്കെ തിരുമ്മി, മുഖമൊന്നും കഴുകിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കാലത്ത് തന്നെ വന്നിട്ട് ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് വരവാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്കും എൻ്റെ ഏട്ടനും പിള്ളേർക്കൊക്കെ ഇന്ന് അവധിയാണ്. ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് അവധി കിട്ടിയ സമയമാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളൊരു 4 സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും കാലത്ത് തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോവുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു ചിക്കൻ ചോറ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ കാലത്തിന് എഴുന്നേറ്റ് വന്നിട്ട് ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവനുണ്ട് ഏട്ടൻ വേഗം തന്നെ അതിനുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ വേഗം മസാലയൊക്കെ റെഡിയാക്കി അതിനകത്തോട്ട് ചിക്കനും ചോറും എല്ലാം കൂടി, ചിക്കനും അരിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ചിക്കൻ ചോറ്. അപ്പം നമുക്ക് പിന്നെ പോണ വഴിക്ക് പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് കറുമുറു സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയാകുമ്പോൾ നമുക്ക് ചോറുണ്ണാലോ. അപ്പോൾ നമ്മുടെ വയറിനും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കുറേ പൈസയും കളയണ്ട. അപ്പോൾ ദേ നമ്മുടെ ചോറ് സെറ്റായി. അങ്ങനെ ഞങ്ങൾ ചോറും പിന്നെ ഞങ്ങൾക്കുള്ള കറുമുറു സാധനങ്ങളും വെള്ളവും ടിഷ്യൂ അങ്ങനെ എല്ലാം, പിന്നെ പ്ലേറ്റ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലേറ്റ് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ പിന്നെ ചെരുപ്പും എല്ലാ സാധനങ്ങളൊക്കെ എല്ലാം വെച്ച് വണ്ടി സെറ്റാക്കിയത് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടങ്ങാണ്. കാലത്ത് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ ഏട്ടൻ്റെ വക കുക്കർ ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ? കുക്കർ ബിരിയാണി ചിക്കൻ അതുണ്ടാക്കി. എന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെള്ളവും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിള്ളേരൊക്കെ സെറ്റാണ്. പിള്ളേരുടെ എല്ലാവരും സെറ്റായി. എന്നിട്ട് ഇനി ഞങ്ങൾ ഫസ്റ്റ് പോണത് മംഗ പോഹു നാച്ചുറൽ ബ്രിഡ്ജ്. ഞാൻ അവിടെ നോക്കിയിട്ടുണ്ട് വാങ്ങിക്കുന്നത് ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണം. 4 സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ്. ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം ഷോർട്സ് കണ്ടിട്ട് അവരുടെ ന്യൂസിലാൻഡ് മല്ലു കപ്പിൾസ് അവരുടെ വീഡിയോ കണ്ടിട്ട് അവരാണ് പറഞ്ഞത്. അവർ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് നമ്മുടെ ഹാമിൽട്ടണിൽ നിന്ന് 100 കിലോമീറ്റർ ചുറ്റളവില് നമുക്ക് പോകാൻ പറ്റണ, ഒരു ദിവസം കൊണ്ട് പോകാൻ പറ്റണ 4 സ്ഥലങ്ങൾ. അപ്പൊ അതിൽ ഫസ്റ്റ് സ്ഥലം മംഗ പോഹു നാച്ചുറൽ ബ്രിഡ്ജ്, രണ്ടാമത്തെ പിരി പിരി കേവ്, ഒരു കേവാന്നാണ് പറയണേ കേട്ടോ. പിന്നെ മർക്കോപ്പ ഫോൾസ്, നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിനേക്കാളും വെല്ലുന്ന വാട്ടർഫോൾസ് എന്നാണ്. നമുക്ക് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, അടിപൊളിയായിരിക്കും ചിലപ്പം. പിന്നെ ലാസ്റ്റ് കാഹിയ ബീച്ച്, കഫിയ, അതൊരു ഹോട്ട് വാട്ടർ ബീച്ചാണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ എവിടെ കുഴിച്ചാലും നമ്മളിപ്പോ അവിടെ മണ്ണിലൊക്കെ പിള്ളേര് കളിക്കണതിന്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അവര്, ആ ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവര് കുഴിക്കുമ്പോ ഒക്കെ വെള്ളം ചൂടായിരിക്കും എന്നാണ് പറയണത്. അപ്പം എങ്ങനെയാന്ന് നോക്കാം. അപ്പം ഞങ്ങള് വെള്ളത്തിൽ കുളിക്കാൻ പറ്റുവാണെങ്കിൽ കുളിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് യാത്ര തുടർന്നു. ഇപ്പം ഞങ്ങള് വീട്ടിൽ നിന്ന് ഇട്ടിപ്പം എത്ര കിലോമീറ്റർ ആണ് ചേരുന്നത്? 99 കിലോമീറ്റർ ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പൊ 100 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ. പക്ഷെ സമയം കാണിക്കുന്നത് 1 മണിക്കൂറും 26 മിനിറ്റും. പിന്നെ നമ്മൾ അവിടെ വരെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ആദ്യത്തെ 2 സ്ഥലത്തേക്ക് ഒരു 3 കിലോമീറ്റർ 6 കിലോമീറ്റർ അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ലാസ്റ്റ് ബീച്ചിൽ വെച്ചിട്ട് കുളിക്കണം. ലാസ്റ്റ് ബീച്ചിൽ കുളിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വേണ്ടി റെഗ്ലൈനിൽ പോയിട്ട് കുളിച്ച് മതിയായില്ല അല്ലെ ഓട്ടി? മനസ്സേ അവിടെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സണ്ണി ഡേ ആണെന്നാണ് പറയണത്. പക്ഷെ എങ്ങനെയാണ് നോക്കാം, നമ്മള് ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ട് ഇറങ്ങിയത്. ഔട്ടി സെറ്റാണ്, കൂളിംഗ് ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ച് തലമുടി വെട്ടി പോലീസ് പിടിച്ച പോലെ ഓട്ടിനെ, പോലീസ് പിടിച്ച മുടി നല്ല ഭംഗിയുണ്ട് ഓട്ടി. അമ്മടി ചുന്ദരി മോനല്ലേ. അപ്പം ഇന്നിപ്പോ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. അപ്പൊ എനിക്കും എൻ്റെ ഏട്ടനും 2 പേർക്ക് അവധി എങ്ങനെയൊക്കെ ഒരുമിച്ച് കിട്ടിയതാണ്. സാധാരണ അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല. ഞങ്ങള് എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോവാറ്. സാധാരണ എൻ്റെ ഏട്ടൻ എന്നും ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. പബ്ലിക് ഹോളിഡേ ആണെങ്കിലും അവരെങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ഏട്ടൻ ഡ്യൂട്ടിക്ക് വിളിക്കും. അപ്പം നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ എത്തി. കാണിച്ചിട്ടുണ്ടെങ്കിൽ 132 കിലോമീറ്റർ കൂടി ഓടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫ് ആയല്ലോ. നമ്മൾ ഇവിടുത്തെ വഴികളിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കുറേ കാട്ടിക്കോടിക്കായിരിക്കും പോകുന്നത്. കുറേ സ്ഥലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പെട്രോൾ പമ്പൊക്കെ കാണുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, മിച്ചർ എടുത്തിട്ടുണ്ട്, കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലെടുത്താണ് ചോറ്. അപ്പം അങ്ങനെ ആണ് നമ്മൾ എല്ലാം എടുത്ത് സെറ്റ് ആയേക്കണത്. അപ്പം എൻ്റെ ഏട്ടൻ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വരട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ നിന്റെ ഏട്ടനും ഔട്ടിയും പെട്രോളൊക്കെ അടിച്ച് വരുന്നുണ്ട്.
അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്, അതിങ്ങനെ കേട്ടോ. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നവൻ്റെ ചിപ്സ്. അതിങ്ങനെ പതുക്കെ മുഖം നോക്കി, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കള്ളത്തിനൊന്ന്. പാവൻ നിന്റെ ഏട്ടൻ മറന്നുപോയി. നിന്റെ ഏട്ടൻ്റെ കയ്യില് നമ്മുടെ പാവൻ നിന്റെ ഏട്ടനും വാവട്ടിയും കൈ മറ്റേ ഈ സാധനം മൈക്ക് ഇവിടെ ഇരുന്നത് അറിഞ്ഞില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ റെക്കോർഡഡ് ആയിരുന്നു. ഓക്കെ, ഞാനും അറിഞ്ഞില്ല അത്. മനസ്സിലായില്ലല്ലേ? ഏത് ചിപ്സ് വാങ്ങിച്ചാണ്? ചീറ്റോസ് ബോൾസോ? ചീറ്റോസോ അതോ ചീറോസോ? ചീറ്റോസ്. ഓക്കെ, നമ്മുടെ നാട്ടിലുണ്ട് ചീറ്റോസ് അല്ലേ? ചീസ് ആൻഡ് ബേക്കൺ. നമ്മള് ക്ലൈമറ്റ് ഒക്കെ നോക്കിയിട്ടാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ സാധാരണ 14 ഡിഗ്രിയാണ് മാക്സിമം. പക്ഷെ ബീച്ചിലൊക്കെ പോകുമ്പോ തണുക്കും. അത് ശരിയാണല്ലോ. ഷവല് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഷവലില്ല നമ്മുടെ കയ്യില്. കൈയാണ് ഷവൽ. അപ്പൊ ഇതേ പെട്രോളൊക്കെ അടിച്ച് 1001 കിലോമീറ്റർ പോകും അല്ലേ? നിറച്ച് കുത്തി നിറച്ചിട്ടുണ്ടല്ലോ. ഞാൻ അടിക്കുമ്പോ 900 കവറുള്ളൂ. കുത്തി നിറച്ചിട്ടുണ്ട്. 1000 കിലോമീറ്റർ. 1001 ഉണ്ടായിരുന്നു, ഇപ്പൊ 1000 ആയി. ടെമ്പറേച്ചർ മതി ചൂട് കാലത്തൊക്കെ അല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ ബൈ. ഇവിടത്തെ ചിപ്സ് തുടങ്ങിയിട്ടാ നല്ലതാ സത്യം പറഞ്ഞാ. ഒരു ചീസി ടേസ്റ്റ് ഉണ്ട്. നിന്റെ എന്താ ഇഷ്ടമാത്തെ? ഓ, ഇങ്ങനെ അമർത്തി വെക്കൂലേ? അപ്പൊ അങ്ങനെ അയ്യോ പോയി പോയി ചാലിയ വണ്ടി. എന്തായാലും നമുക്ക് മറ്റേ സർവീസ് ചെയ്യാൻ കൊടുക്കാനാണ്. ഇത് കഴിയുമ്പോ 10,000 കിലോമീറ്റർ ആയി എടുത്തിട്ട്. അപ്പൊ എന്തായാലും സർവീസിന് കൊടുക്കണം. സർവീസിന് കൊടുക്കുമ്പോ ഒരു ഉള്ളിലും കൂടി ക്ലീൻ ചെയ്ത് തരും. അപ്പൊ കുഴപ്പമില്ല. മറ്റേ പക്ഷെ പൈസ കൂടുതല. $320 നമ്മള് നമ്മുടെ ഇൻഷുറൻസിന്റെ അവിടെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫ് ഒക്കെ ഫ്രീ ആട്ടോ EMI-ല്. വായില ഒരു വിഷയത്തേക്കെല്ലാം കൂടി. അപ്പൊ ആ $320 ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാൻ ചേട്ടാ? മറ്റേ ഈ വൈപ്പർ മാറ്റും. വിൻഷീൽഡോ? അതാണോ? അങ്ങനെ തന്നെയാണോ? വൈപ്പർ അത് മാറ്റും. പിന്നെ ഉള്ളിലും പുറത്തും ക്ലീൻ ചെയ്യും നന്നായിട്ട്. വാക്യൂം പിടിക്കും, നന്നായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ എന്തൊക്കെയാ കുറെ കാര്യങ്ങളുണ്ട് $320. ഞാൻ അത് ചെയ്യാന്ന് വിചാരിക്കണേ. എന്താ എന്റെ അഭിപ്രായം? ഓയിൽ ചേഞ്ച്, ഓഫ് ഫ്രീ. പക്ഷെ ഓഫിന് സമയമായിട്ടില്ല നമുക്കല്ലേ? ഈ വഴിയിൽ എന്താ കുരിശ് വെച്ചാണെന്ന് അറിയണ്ടേന്ന്? നമ്മൾ പോണ വഴികളിലൊക്കെ ഇങ്ങനെ കുരിശ് വെച്ചിട്ടുണ്ടോ? എന്താ കാരണം? കൊറേ കുരിശുകളാണ് ഇതിലൂടെ പോണത്. എനിക്കറിയില്ല എന്താണ്. അല്ലാട്ടോ, വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ആൾക്കാര് മരിച്ചിട്ടുണ്ടെങ്കില് അവിടെ ഇങ്ങനെ കുരിശ് വെക്കും. അതൊരു മുന്നറിയിപ്പാണ് നമുക്ക് പതുക്കെ പോകുമോ എന്നുള്ളത്. ചില വഴിയില് വളവിലൊക്കെയാണ് കൂടുതൽ കണ്ടത്. നല്ല ക്ലൈമറ്റ് ആട്ടെ ഇതുവരെയും. പിന്നെ പോണത് ഒരു കാട് പോലത്തെ വഴിയാണോ? കൊറേ വഴികളുണ്ട്. നല്ല വഴിയുണ്ട്. നല്ല വഴി കൂടെ എന്റെ പോണേ? അല്ല, ഞാൻ അതികൂടെ പോണ വഴിക്ക് നമ്മള് പോരുത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് പോണം അല്ലേ? പക്ഷെ വണ്ടി പോരാ. അന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഒരു കറങ്ങി തിരിഞ്ഞ് വളവും തിരിവൊക്കെയുള്ള വഴി കൂടെ പോണം. എല്ലാവരും ഇന്നൊക്കെ പുറത്തിറങ്ങുന്ന ദിവസം ലോങ് വീക്കെൻഡ് അല്ലേ? ഇന്നിപ്പോ ഒരു പബ്ലിക് ഹോളിഡേ, പിന്നെ നാളെ ശനിയും ഞായറും. അപ്പൊ എല്ലാവരും ഇന്ന് പുറത്തിറങ്ങും. ട്രാവലൊക്കെ ചെയ്യാൻ പറ്റണ സമയ. പക്ഷെ നമുക്ക് ഇതുപോലെ എന്തോ മൂടിട്ടേക്കണേ, എന്തോ പോവാ. അല്ല, ബെറി ഫാം ഉണ്ട് ട്ടാ. പ്ലീസ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബെറി ഫാമിന്റെ സൈഡിൽ കൂടെ പോകും. യാത്ര അടിപൊളിയായിരുന്നു, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മുടെ ന്യൂസിലാൻഡിൽ എവിടെ പോയാലും നമുക്ക് ഇതേ ഒരു സീനറി ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ സാധാരണ എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു രീതിയാണ് ഇവിടെ എല്ലാവിടെയും. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് മങ്ക നാച്ചുറൽ ബ്രിഡ്ജിലെത്തി.
ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ, അധികമൊന്നും നടക്കാനില്ല. അപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ നടന്ന് നമ്മൾ വയ്യാണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അത്രയില്ല, 10 മിനിറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് സ്പീഡിൽ നടന്നാൽ ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മരത്തിൻ്റെ ബ്രിഡ്ജുകളാണ്. അപ്പോൾ ഈ 2 സൈഡിലും ഇങ്ങനെ വെള്ളം ഇഷ്ടം പോലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കണ്ട് പോകാനായിട്ട് നല്ലൊരു ഇതാണ്. അപ്പം പിള്ളേർ ഫസ്റ്റ് ഇതേ നടന്നു, ഞാനും പിന്നാലെ എൻ്റെ എണ്ണോ എല്ലാവരും ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആണ് നമ്മുടെ വഴി. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും. പക്ഷേ ഞങ്ങൾക്കൊരു പണി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ സ്വെറ്റർ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സമ്മർ അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ സ്വെറ്റർ എടുത്തില്ല. പക്ഷേ നമ്മളിവിടെ ന്യൂസിലാൻഡിൽ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമ്മറാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വാക്കിങ്ങിന് പോണ സ്ഥലമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഫുള്ള് മരങ്ങൾ, ഒരു കാട് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴായാലും നമുക്ക് തണുക്കും, അത് ഭയങ്കര തണുക്കും. അപ്പോൾ എൻ്റെ ഏട്ടൻ പറയാമായിരുന്നു എൻ്റെ അടുത്ത്, എടി വേഗം ഓടാം നമുക്ക്, അപ്പോൾ നമുക്ക് കുറച്ച് വേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര തണുക്കില്ല. അതാണ് എൻ്റെ മുഖം മാറിയത്, ഓടാൻ പോയിട്ട് എനിക്ക് നടക്കാൻ പോലും വയ്യ. അപ്പോൾ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഞങ്ങൾക്ക് ആകെ ഇതിനകത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇത് നമ്മൾ 2ാമത്തെ പാലത്തിൻ്റെ അവിടെ എത്തി, അവിടെയും ഇതുപോലെ തന്നെ 2 സൈഡിൽ കൂടി നമുക്ക് വെള്ളം പോണത് കാണാം കേട്ടോ. അപ്പോൾ തണുത്താണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നത്, അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി, തിരിച്ച് വീട്ടിൽ പോയി നമുക്ക് സ്വെറ്റർ എടുത്തിട്ട് വന്നാലോ. ഞാൻ അവിടെ വഴിയിലെവിടെയും കട കണ്ടു കഴിഞ്ഞാൽ സ്വെറ്റർ വാങ്ങിക്കാമെന്നുള്ള ഐഡിയ പോലും ഞാൻ ഇട്ടായിരുന്നു. ഭയങ്കര തണുപ്പ് തോന്നിയായിരുന്നു. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു 24-27 ഡിഗ്രിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഈ ഇതിനകത്തോട്ട് വന്നപ്പം ഭയങ്കരമായിട്ട് തണുത്തു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയണം. അപ്പോൾ ആവുട്ടി പറയണുണ്ടായിരുന്നു, അമ്മ ഇതിങ്ങനെ നാച്ചുറൽ ബ്രിഡ്ജ് അല്ലല്ലോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഒരു മരത്തിൻ്റെ ബ്രിഡ്ജ് അല്ലേന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നാച്ചുറൽ എന്ന് പറയണത് ഇവിടെ മൊത്തം മരത്തോണ്ടുള്ള ബ്രിഡ്ജ് അല്ലേ, അല്ലാണ്ട് സിമെൻറ്റും ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു. പക്ഷേ ഇവിടുത്തെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് നടക്കാനുള്ളൂ. പിന്നെ അവിടെ കാണുന്ന ആ സ്റ്റോൺ ലൈം സ്റ്റോൺ ആണെന്നാണ് പറയണത്. അപ്പം കുറേ പേര് നടക്കാൻ വരുന്നുണ്ട്, 2 സൈഡിലും ഇഷ്ടം പോലെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പും കൂടുതലാണ്. പിന്നെ നമ്മൾ പോണ വഴിയും നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് അങ്ങനെ എന്താ പറയുക, 2 ദിവസം മുന്നേ മഴയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വഴി നല്ല ക്ലീൻ ആയിരുന്നു. അല്ലെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചെലവുണ്ടായിരുന്നു. കുറച്ചൊക്കെ വെള്ളം നമ്മളിങ്ങനെ പോണ വഴിയിലുണ്ടെങ്കിലും പക്ഷെ അത്രയും കൂടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമുക്ക് നടക്കാനായിട്ട്. അപ്പോൾ ഞാനും പൊന്നൂസും ഫസ്റ്റ് തന്നെ വേഗം നടന്നു വന്ന് ഞങ്ങളിവിടെ നോക്കി നിൽക്കാം കേട്ടോ, വെള്ളം പോകണതൊക്കെ നോക്കിയിട്ട്. തണുക്കുന്ന കാരണം കൊണ്ട് എല്ലാവരും കൈയൊക്കെ കെട്ടി നിൽക്കണത്. അപ്പോൾ അത് മാത്രം ഒരു ബുദ്ധിമുട്ട്, ബാക്കി വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ലൈം സ്റ്റോൺ ആണെന്നാണ് കേട്ടോ പറയണേ. നമുക്ക് കാണാനായിട്ടായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കിനിപ്പോൾ കുറച്ചങ്ങ് നടന്ന് അങ്ങ് എത്തുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കയറി പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പം അതും പൊളി. അപ്പം എല്ലാവരും ഒരു മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാൻ പറ്റും. നമ്മുടെ ഹാമിൽട്ടണിലുള്ളവർക്കാണെങ്കിൽ ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടി വരികയാണെങ്കിൽ, പിന്നെ നെക്സ്റ്റ് പോകേണ്ട സ്ഥലങ്ങളൊക്കെ നമുക്കൊരു 5 കിലോമീറ്റർ അങ്ങനെ കുറച്ച് വഴിയായിട്ട്, പിന്നെ നമ്മൾ തിരിച്ച് ലാസ്റ്റ് നമ്മൾ ആ ഹോട്ട് വാട്ടർ ബീച്ചിലും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പായിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്ക് പിള്ളേരെയും കൊണ്ടുവരാം. ഡോഗ് ഫ്രണ്ട്ലി ഏരിയ ആണ് കേട്ടോ മെയിനായിട്ടും. അപ്പോൾ നമുക്കിപ്പം ഫാമിലി ആയിട്ട് വരാൻ പറ്റും. നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയായാലും നമുക്ക് അവരെയും കൊണ്ടുവന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും വന്ന് എന്താ പറയുക, ഇതൊക്കെ ഒന്ന് രസമായിട്ട് കണ്ടു പോകാനും പറ്റും. നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവരും പിന്നെ ഒക്കെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് നടക്കാനായിട്ടാണെങ്കിലും അടിപൊളിയാവും. എല്ലാവരും കുറച്ച് നടക്കണതൊക്കെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ വയസ്സൊക്കെ ആയിട്ട് വരുമ്പോൾ പിള്ളേരാണെങ്കിലും വീട്ടിൽ ഫുൾ ടൈം ഇരുന്ന് കമ്പ്യൂട്ടറും TV-യും മൊബൈലൊക്കെ ഇരുന്ന് കളിയല്ലേ. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് പിള്ളേരെയായാലും കൊണ്ടുവന്ന് കുറച്ച് നടക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ആയിരുന്നു നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജിലേക്ക് പോയായിരുന്നു. അപ്പം നമുക്ക് നല്ല ഉഷാറായിരുന്നു കേട്ടോ. 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്ഥലമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവസാനം ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. പിന്നെ നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓക്കെ ആയിരുന്നു. നമുക്ക് എന്തായാലും സന്തോഷമായിരുന്നു ഈ ഒരു ദിവസം. അങ്ങനെ നമ്മൾ ഫൈനൽ ആ ഒരു നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ, ഫുള്ള് ബ്രിഡ്ജുള്ള ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ അടുത്ത പാലത്തിൻ്റെ അവിടെ വന്ന് ഇവിടെ നോക്കിയാലും നമുക്ക് സൈഡിൽ കൂടെ വെള്ളം പോണത് കാണാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫുള്ള് പാലമുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ ഇപ്പം. അപ്പോൾ നമ്മളിതേ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ആ ഒരു വ്യൂ ആണ്. നമ്മൾ ഇങ്ങനെ മംഗാപ്പോ നാച്ചുറൽ ബ്രിഡ്ജ് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റിനൊരു ഫോട്ടോ കാണും. നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കണത് കേട്ടോ. നമ്മളിങ്ങനെ അകലേന്ന് നോക്കുമ്പം ഒരു
എന്താ പറയുക, ഒരു ആർക്ക് ഷേപ്പിൽ നമുക്ക് അപ്പുറത്തോട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഏരിയയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ ആയിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഞങ്ങളൊക്കെ ഫസ്റ്റ് നടന്നോട്ടിട്ടുണ്ട്. പിന്നെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്റ്റോൺ അവർ പറയണത് ലൈം സ്റ്റോൺ ആണെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലാണെങ്കിലും ചെറിയ ചെറിയ ദ്വാരങ്ങളുണ്ട്. അപ്പോൾ ആ ചെറുതായിട്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തതും പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം പതുക്കെ പതുക്കെ ആയിട്ട് ഇങ്ങനെ ഇറ്റിറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വാവുട്ടി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാവുട്ടി ആയം തന്നെ ചെന്നിട്ട് എവിടെ നിന്നാണോ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വരുന്നത് അതിങ്ങനെ വായ തുറന്ന് പിടിച്ചാൽ വായനകത്തോട്ട് വെള്ളം വരുമായിരുന്നു, വെള്ളം എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് രസമായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ ഫസ്റ്റ് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു വ്യൂ അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായാലും ഇപ്പോൾ റീൽസൊക്കെ എടുക്കേണ്ടവർക്കാണെങ്കിലും അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമുക്ക് താഴെ വെള്ളം പോകുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഈ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകണം. പക്ഷെ നമുക്ക് അധികം വയ്യാണ്ടാവണമെന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്കാണെങ്കിലും അത്യാവശ്യം കാലുവേദന നടുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം പക്ഷെ എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അവട്ടിയും പോലീസൊക്കെ കഷ്ടം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മളിങ്ങനെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറണമല്ലോ, നന്നായിട്ട് തണുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കണതാണ് കാണുന്നത്. തണുപ്പായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മെയിനായിട്ട് തോന്നി ഒറ്റൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കയറിപ്പോയി ഞാൻ ഇവരുടെ വീഡിയോ എടുക്കണതാവും. അപ്പോൾ വാവട്ടി മനസ്സും എൻ്റെ ഏട്ടനും കൂടി നടന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കണേന്ന്. പക്ഷേ നമ്മൾ എപ്പോഴും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ നടന്ന് വയ്യാണ്ടായി എന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയും. പക്ഷെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വയസ്സായ അപ്പാപ്പന്മാരും അമ്മമാരും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നടക്കണ കാണും. അത് കാണുമ്പോൾ നമുക്ക് ആഹാ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് വിചാരിക്കും. തണുത്തിരിക്കട്ടെ മുഖം, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ മുഖമൊക്കെ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ. ഇനി അവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. നമ്മൾ ഏറ്റവും മുകളിലെത്തിയിട്ട് നമ്മൾ താഴത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അതും അടിപൊളി. അപ്പോൾ ഞങ്ങളങ്ങനെ ലാസ്റ്റ് മുകളിലെത്തി. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയിട്ടുള്ള ആ വ്യൂസ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് അങ്ങ് നടന്നു പോവാം. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് കുറച്ച് നേരം താഴത്തേക്ക് നോക്കി നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതെങ്ങനെയാണ് ആർക്ക് കാണാൻ പറ്റുക, അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കി ഞങ്ങളങ്ങനെ നിന്നു. അപ്പം താഴത്തുനിന്ന് കുറേ പേര് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അവർ കയറി വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം മുകളിൽ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇറങ്ങാനും കയറാനുള്ള അത്രയും ഒരു ഗ്യാപ്പ് ഇല്ല നമ്മുടെ ആ ഒരു പാലത്തിന്. കണ്ടോ ഇവിടെ നിന്ന് നോക്കി എത്ര താഴെയെന്ന് നോക്കി നമ്മൾ നേരത്തെ ഫസ്റ്റ് നിന്നായിരുന്ന സ്ഥലം. അപ്പോൾ അതിന് മുകളിൽ എത്തിയപ്പോഴത്തേക്ക് ഞാനൊക്കെ വിറയ്ക്കുന്നുണ്ട്. എൻ്റെ ഏട്ടനായാലും തണുക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ സമ്മതിക്കില്ലായിട്ട് തണുക്കുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി പതുക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ച് നടന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ 4 സ്ഥലത്തേക്ക് പോയി 4 സെപ്പറേറ്റ് വീഡിയോ ഇടുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഫസ്റ്റ് മംഗപ്പൂവ് നാച്ചുറൽ ബ്രിഡ്ജിൽ പോയി. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് പിരിപിരി കേവിലേക്ക് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി അങ്ങോട്ട് പോകണം. ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം പിന്നെ കയ്യിലാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പതുക്കെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പോൾ വാവുട്ടി ഞാനും പൊന്നസ് ഞങ്ങൾ ഫസ്റ്റ് വേഗം ഇറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വാ പോവാം, ഇപ്പോൾ ഓൾറെഡി കുറച്ച് സമയമായി, നമുക്ക് ഈ 4 സ്ഥലവും ഇന്ന് തന്നെ കവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അപ്പം വരാണ്ട് ഞങ്ങൾ ഈ വഴി മാറി കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തിരിച്ചു പോരാൻ പറ്റില്ല. അങ്ങനെ മംഗപ്പൂഹു നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്ന് കയറി. എങ്ങനെയുണ്ടായിരുന്നു മോട്ടിവൻസേ? സൂപ്പർ. ഇഷ്ടായോ? തണുത്താ? ഭയങ്കര തണുപ്പ്. നിന്റെ എണ്ണോ? തണുപ്പിന്റെ കൈലാസം. സാധാരണ നമ്മൾ ഇടയ്ക്കിങ്ങനെ പോകുമ്പോ മറ്റേ ഇതെടുക്കാറുണ്ട് സ്വെറ്റർ. പക്ഷെ ഇപ്രാവശ്യം മറന്നുപോയി. അങ്ങനെ അത്ര ആലോചിച്ചില്ല അല്ലേ? സമ്മർ എന്ന് പറഞ്ഞിട്ട് നമ്മള് പക്ഷെ നല്ല ഇങ്ങനെ കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴേ നമ്മൾ സ്വെറ്റർ എടുത്തിട്ട് പോകണം. കൈയൊക്കെ മരയിച്ചു. നാച്ചുറൽ ബ്രിഡ്ജ് ആയിട്ട് തോന്നിയോ ഒട്ടിക്ക്? എവിടെ നാച്ചുറൽ ബ്രിഡ്ജ്? മരത്തോണ്ട് ഉണ്ടാക്കി വെച്ചാണ് അല്ലേ? നാച്ചുറൽ കേവ് ഉണ്ട്. കേവ് ആണ് ഒരു എന്താ പറയാ, മലയല്ല, ഗുഹ. പക്ഷെ മുകളിൽ ലാസ്റ്റ് ഹൈഡ് ചെയ്ത ഒരു സ്ഥലം. പക്ഷെ ഒരാൾ എന്റെ സൈഡിൽ കൂടെ പോയിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾക്കിത് സേഫ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ സ്ഥലം എന്ന് വെച്ചു. അപ്പം അല്ല, കാരണം മുകളിൽ നിൽക്കുന്ന കല്ലുകൾ വീഴാൻ നിൽക്കണ പോലെ നമ്മൾ വീഡിയോയിൽ മുന്നേ കാണിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീഴാൻ നിൽക്കണ പോലെയാണ് നിൽക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ തന്നെ അങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. അത് വാട്ടി കുടിച്ചു കുറെ. ചാൻസ് ഉണ്ട്. 6 ഡ്രോപ്സ് വാട്ടി കുടിച്ചു, വാട്ടി നനഞ്ഞു. അപ്പം അത്ര അങ്ങോട്ട് സേഫ് ആയിട്ട് തോന്നിയില്ല. പിന്നെ സ്റ്റെപ്പ് കയറി നമുക്കൊരു റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് എത്തുമ്പോൾ റെഡി കഴിഞ്ഞ് പോരാം. 10 മിനിറ്റ് കൊണ്ട് കണ്ടു കഴിഞ്ഞ് പോരാൻ പറ്റും. പക്ഷെ കാണാണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. അങ്ങനെ ഞങ്ങളുടെ അപ്പൊ ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ ഇത് കഴിഞ്ഞു. അപ്പം
ഞങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഓരോ സ്ഥലം ഓരോ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിക്കണേ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും Bye. ബൈ. ബൈ.